സണ്ണി ജോസഫിനെ ചുമ്മാതാണോ ഫണ്ണി ജോസഫ് എന്ന് വിളിക്കുന്നത്? ദേ ലേറ്റസ്റ്റ് ഫണ്ണി എത്തിയിട്ടുണ്ട്. ആരും ചിരിച്ചു പോരുത്. മുഖ്യമന്ത്രി ചർച്ചകൾക്ക് വിലക്ക് ഏർപ്പെടുത്തി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. പരസ്യ പ്രസ്താവനകളിൽ നിന്ന് മാറി നിന്നില്ല എങ്കിൽ അച്ചടക്ക ലംഘനമായി കണക്കാക്കും. വിവാദങ്ങൾ UDF-നെ പിന്തുണച്ചവരിൽ അതൃപ്തി ഉണ്ടാക്കിയെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. കേട്ടല്ലോ, ഫണ്ണി ജോസഫിന്റെ പുതിയ ഉത്തരവ് വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രി ചർച്ച ആരും നടത്താൻ പാടില്ലത്രേ. നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, ഈ തല ഇരിക്കുമ്പം വാലാടണ്ട എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതേ അവസ്ഥയാണ്. വാലാണ് ആടിക്കൊണ്ടിരിക്കുന്നത്. KPCC പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഒരു വിലയില്ല. വെറും ഈ കീ കൊടുത്തിരുത്തിയിരിക്കുന്ന പാവയെ പോലെയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ഡ്രം കൊട്ടുന്ന പാവകൾ? ആ പാവ എങ്ങനെ പ്രവർത്തിക്കാറുള്ളൂ? അതിൽ കീ കൊടുത്തിട്ട് അങ്ങ് ഇരുത്തിയാൽ ആ കീ കൊടുത്ത് തീരുന്നവരെ ആ ഡ്രമ്മിലിട്ട് ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുന്ന പാവയാണ്. അതുപോലൊരു കീ കൊടുത്തിരിക്കുന്ന പാവയാണ് ഫണ്ണി. അതേ ഇപ്പോൾ ഈ പാർട്ടിയിലെ തന്നെ തലകളായിട്ടുള്ള KC വേണുഗോപാൽ പക്ഷം, ചെന്നിത്തല പക്ഷം, സതീശ പക്ഷം എന്നൊക്കെ പറഞ്ഞാൽ ഇദ്ദേഹത്തെക്കാൾ ടോപ്പ് ലെവൽ ഫാൻസും അവരുടെ നേതാവുമാണ്. അവരോട് പറയുകയാണ്, നിങ്ങൾ മുഖ്യമന്ത്രി സ്ഥാന ചർച്ച നടത്താൻ പാടില്ലത്രേ. അവന്മാരെടുത്തിട്ട് ഊക്കി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതായത് മിണ്ടാതിരുന്നൂടെ, താൻ ഒരു മടലാണെന്ന് നാട്ടുകാരുടെ മുന്നിൽ വീണ്ടും വീണ്ടും തെളിയിക്കാൻ അദ്ദേഹം ഓരോ ഉത്തരവുമായിട്ട് വരുമ്പോൾ ഇതൊക്കെ നടപ്പാക്കാൻ വേണ്ടിയാണോ? ഇപ്പോൾ നിലവിൽ തന്നെ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഈ പാർട്ടിയിലെ സകല നേതാക്കന്മാരെക്കാളും ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ നിങ്ങൾ എല്ലാ ദിവസവും മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണുന്ന മുഖങ്ങളിൽ ഫണ്ണി ജോസഫ് ഉണ്ടാകാറുണ്ടോ? കാര്യം KPCC പ്രസിഡന്റ് ഒഴികെ ബാക്കിയുള്ള എല്ലാവരും മാധ്യമങ്ങൾക്ക് മുന്നിൽ രാവിലെ പ്രത്യക്ഷപ്പെടാറുണ്ട്. അത് ചെന്നിത്തലയാകട്ടെ, VD സതീശനാകട്ടെ, KC വേണുഗോപാൽ ആകട്ടെ, K മുരളീധരനാകട്ടെ, ഇവർ ദൈനംദിനം മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കുന്നവരാണ്. പക്ഷേ KPCC പ്രസിഡന്റിന് ഒരു റോളുമില്ലാത്തൊരവസ്ഥ അവിടെ തന്നെ കാണാൻ പറ്റും. അങ്ങനെയുള്ള വ്യക്തി ഇതാരോടാണ് ഈ പറയുന്നത്? ഇതാര് കേൾക്കാനാണ്? പിന്നെ ഈ സമൂഹത്തിന്റെ മുന്നിലൊക്കെ ഇങ്ങനെയൊക്കെ ഉത്തരവിറക്കി ഫണ്ണി ജോസഫ് കൂടുതൽ ഫണ്ണായി മാറാമെന്നതിനപ്പുറം ഒരു ചുക്കും ഇത്തരം വാർത്തകളിലില്ല എന്ന് പറയേണ്ടി വരികയാണ്. കഷ്ടം തന്നെ മുതലാളി, കഷ്ടം തന്നെ.